നന്നകം കൊണ്ടൊരു മത്തി മുളകിട്ട് ഈ രീതിയിലൊന്ന് ഈസി ആയിട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. പയച്ചൊക്കെ ഒന്ന് കൊടുത്തത് പാനിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കുക. കുറച്ച് വറുത്ത ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഈ ചൂടോട് കൂടി തന്നെ മിക്സിയിൽ ജാറെടുക്കുക. അതിലേക്ക് കുറച്ച് 5-6 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചൂടാക്കി വെച്ച പൊടി മല്ലിപ്പൊടിയൊക്കെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിന് വാളംപുളി ചേർത്തിട്ട് ഒന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഈ മസാല കൂടി അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു മൺചട്ടി എടുക്കുക. ഇഞ്ചിയും പച്ചമുളകും ഉള്ളി ഇട്ട് കൊടുക്കുക. ഇട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് കൈ വെച്ചത് നന്നായിട്ടൊന്ന് തിരുമ്പ മൂടി വെച്ചത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് മത്തി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. കപ്പ പുഴുങ്ങിന്റെ കൂടെ ഈ മത്തി മുളകിട്ടത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക.